ഹലോ ഗൈസ്, ടിക്കറ്റ് ഫിനാലയുടെ ലാസ്റ്റ് ടാസ്ക് നടക്കുകയാണ്. അപ്പോൾ ആ ടാസ്കിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പ്രാവശ്യം ഇവർ തള്ളി അനീഷേട്ടനെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നൂറ ആദിലയുമായിട്ട് നൂറ ആര്യനുമായിട്ട് ചേർന്നിട്ട് ആര്യൻ ബാക്ക് കൊണ്ട് അനീഷേട്ടനെ തള്ളുവാണ്, ഇടിച്ചു കളയുവാണ്. പിന്നെ അതിനുശേഷം ഫ്രണ്ടിലേക്ക് വന്നപ്പം പറയുന്നുണ്ട്, എന്താ പറയുക, അനുമോള് പറയുന്നുണ്ട്, നീ എന്താണ് കാണിക്കുന്നത്, ആ മനുഷ്യനെ എന്തിനാണ് ഇങ്ങനെ ഇട്ടിടിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അനീഷേട്ടൻ പറയുന്നു, ഷോൾഡറിൽ നിന്ന് കൈ മാറ്റി നൂറ, എനിക്ക് ഷോൾഡർ വേദന എടുത്ത് സഹിക്കാൻ വയ്യ, ജസ്റ്റ് ഒന്ന് കൈ പൊക്കു പ്ലീസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, നീ ഒന്ന് കൈ മാറ്റിക്കൊടു, എന്തിനാണ് ആ മനുഷ്യനെ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നു. ആദില അനീഷേട്ടൻ്റെ തലയിൽ പല പ്രാവശ്യം ഇടിക്കുകയാണ് ഗൈസ്, പല പ്രാവശ്യം ഇടിക്കുകയാണ്. അപ്പോൾ അത് വളരെ മോശമായിട്ടുള്ള ഇടിയാണ്. അവർ പർപ്പസ്ഫുള്ളി ഇവർ 3 പേരും കൂടി ആദിലയും നൂറയും ആര്യനും കൂടി ചേർന്നാണ് ഇടിക്കുന്നത്. അനുമോള് വഴക്ക് പറയുന്നുണ്ട്, നീ എന്താണ് ഈ കാണിക്കുന്നത്, എന്തിനാണ് നീ തലയ്ക്കിടിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഒരു പ്രാവശ്യമല്ല, പല ആവർത്തി അനീഷിൻ്റെ തലയിൽ ആദില പുറയിൽ നിന്ന് വന്നിട്ട് ഇടിക്കുകയാണ്. വഴക്ക് പറയുന്ന അനുസരിച്ച് ഒരുമാതിരി ചിരിച്ച് തമാശ രൂപത്തിൽ തള്ളിക്കളയുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട്. അത് വളരെ മോശമാണ് ആദില ഇങ്ങനെ കാണിക്കുന്നത്. ആദില ഒരുപാട് ദ്രോഹിച്ചതാണ് അനീഷിനെ, പിന്നെ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അയാളെ അമുക്കി തിരിച്ച് ഇപ്പുറത്തോട്ട് വന്നിട്ട് അയാളെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പുള്ളി ഒരു അക്ഷരം മിണ്ടുന്നില്ല. പുള്ളി ആരെയും ഒന്ന് തള്ളാനോ ഉപദ്രവിക്കാനോ ഒന്നും പോകുന്നില്ല. പുള്ളി ഒരു സൈഡിലോട്ട് ചരിഞ്ഞിരിക്കുകയാണ്, പുള്ളീനെ ഇടിച്ചു കളയുവാണ്. എന്നിട്ട് നൂറ ഇരുന്ന് പുള്ളീനെ ഓരോന്നോരോന്ന് പറയുന്നു. അതുപോലെ തന്നെ അത് ആര്യനുമായിട്ട് ചേർന്ന് ആര്യൻ മുതുകത്ത് തിരിഞ്ഞിരിക്കും, ഞാൻ മുതുകത്ത് തള്ളിക്കളയാന്ന് പറയുന്നു. അപ്പം നൂറ തിരിഞ്ഞിരുന്ന് കൊടുക്കുന്നു, മുതുകത്തിട്ട് ഇടിക്കുന്നു. മുതുകത്ത് തള്ളിയിട്ട് എന്താ പറയണേ, അനീഷേട്ടനെ ഭയങ്കരമായിട്ട് തള്ളി അങ്ങോട്ട് പുറത്തേക്ക് എറിയാനാണ് നോക്കുന്നത്. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ആദില മുന്നിൽ നിന്ന് ബാക്കിൽ നിന്ന് വന്നിട്ട് മുന്നിലേക്ക് അയാളുടെ അനീഷേട്ടൻ്റെ തലയിലിട്ട് ഇടിക്കുകയാണ്. ഭയങ്കരമായിട്ട് ഇടിക്കുന്നുണ്ട്, തല പിടിച്ച് തള്ളിക്കളയുന്നു, തലയിൽ ഇടിക്കുന്നു. അപ്പോൾ അനീഷേട്ടനെ ഇടയ്ക്കിടെ പറയുന്നുണ്ട്, എന്നെ എന്ത് ചെയ്താലും എന്നെ മാക്സിമം ഞാൻ ഇവിടെ ഇരിക്കും, ഇതൊരു ടാസ്ക്കാണ്, മാക്സിമം ഞാൻ ഇരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ ഇറങ്ങി പോകത്തില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എന്തായാലും അവർ മാക്സിമം അനീഷേട്ടനെ തള്ളി പുറത്തോട്ട് ഇറക്കാൻ ശ്രമിക്കുന്നു, ഓക്കെയാണ്. പക്ഷെ തലയിൽ ഇടിക്കുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പറയുന്നത്, എനിക്ക് ഷോൾഡർ ഭയങ്കര പെയിനുള്ള ആളാണ്, എനിക്ക് ഷോൾഡർ വെച്ചുകൊണ്ട് തിരിച്ച് നാട്ടിൽ പോകേണ്ടതാണ് നൂറ, ഇച്ചിരി ഒന്ന് കൈ പൊക്കി തരും. അപ്പോൾ നൂറ മാത്രമല്ല കൈ വെക്കുന്നത്, ഭയങ്കരമായിട്ട് ആ കൈയുടെ പുറത്തേക്ക് ആര്യൻ വെക്കുവാണ്. അപ്പോൾ പക്ഷേ നൂറയൊന്നും കൈ മാറ്റാനേ പറയുന്നില്ല, ജസ്റ്റ് കൈ മാറ്റാൻ പറയാമല്ലോ, പക്ഷേ അതൊന്നും മാറ്റാനേ പറയുന്നില്ല. എന്നിട്ട് പുറകിൽ നിന്ന് ആദില അനീഷിൻ്റെ തലയ്ക്ക് ഇടിക്കുകയാണ്. ആദിലയ്ക്ക് അക്ബറിൻ്റെ തലയ്ക്കിടിച്ച് അക്ബറിനെ ഇടിച്ച് കളഞ്ഞാൽ എന്താണ്? അത് ചെയ്യാതെ എന്തിനാണ് ആദില ഇറങ്ങിപ്പോകണം. ആദിലെ ഇറങ്ങിപ്പോയി, അനുമോള് കൂടെ ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ അനീഷും ഇറങ്ങിപ്പോയേനെ. പക്ഷേ ഇവർ പുറകിൽ നിന്ന് ഇടിക്കുന്ന ഇടി വളരെ മോശമാണ്. അനുമോൾ ശക്തമായിട്ട് അവരെ എതിർക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് എന്ത് നീ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ പ്രാവശ്യം തന്നെ കാറിൽ കയറ്റാതിരിക്കാൻ വേണ്ടി ഒരു മാക്സിമം ശ്രമിച്ചു, അവിടെയും അനുമോളാണ് ഇടപെട്ട് അയാൾക്കും ഇരിക്കേണ്ടെന്ന് ചോദിച്ചിട്ട് എങ്ങനെയെങ്കിലും അയാളെ കയറ്റിയത്. പലതവണ അനീഷേട്ടൻ്റെ ഡോർ അവർ തള്ളി തുറന്ന് കളഞ്ഞു. അനീഷേട്ടൻ ആ ഒരു സ്റ്റിയറിംഗ് പിടിച്ചതുകൊണ്ട് മാത്രമാണ് ഇരിക്കാൻ പറ്റിയത്. എന്തായാലും അനുമോൾ നല്ല സപ്പോർട്ടായിട്ട് കൂടെ തന്നെ ഉണ്ട്. എന്തായാലും ആദിലയുടെ ഈ മോശം പ്രവൃത്തി വളരെ മോശമാണെന്ന് പറയാം.